ബിഗ് ബോസ് സീസൺ 8 കോമണേഴ്സ് ആരൊക്കെയാണ്? അതായത് സീസൺ 7 അനീഷ ആയിരുന്നു. അതിന് സമാനമായിട്ട് ബിഗ് ബോസ് സീസൺ 8 വരാൻ പോകുന്ന കോമണേഴ്സ് ആരൊക്കെയാണ്, സാധാരണക്കാർ ആരൊക്കെയാണ് എന്നാണ് നമ്മൾ ഇതിലിപ്പോൾ നോക്കാൻ പോകുന്നത്. എന്നാലും അൺഒഫീഷ്യലി നമുക്ക് ലഭ്യമായിട്ടുള്ള ഡാറ്റാസിന്റെ ബേസിൽ മാത്രം തയ്യാറാക്കിയിരിക്കുന്ന ഒരു വീഡിയോ കൂടെയാണത്. ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് മഹാദേവാണ്. 21 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ആലപ്പുഴക്കാരൻ സീസൺ 7 വരെ, അതായത് സീസൺ 1 മുതൽ സീസൺ 7 വരെ കണ്ട് മനസ്സിലാക്കി ബിഗ് ബോസിന്റെ ഭാഗമാകണം എന്നുള്ള അതിയായ ആഗ്രഹത്തോടുകൂടി കംപ്ലീറ്റ് പഠിച്ച് മനസ്സിലാക്കിയിട്ട്, അതായത് ബിഗ് ബോസ് സീസൺ 7 അനീഷ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഒരു പരിധിവരെ മനസ്സിലാക്കി പഠിച്ച് വന്നിരിക്കുന്ന ഒരാൾ തന്നെയാണ് മഹാദേവ്. ഇദ്ദേഹം സീസൺ 5 ബിഗ് ബോസിന്റെ ഭാഗമാകാൻ വേണ്ടി ട്രൈ ചെയ്തിരുന്നതാണ്. അതായത് ഏകദേശം ഒരു 18 വയസ്സായപ്പോൾ തന്നെ ആളെന്നാലും ബിഗ് ബോസിന് വേണ്ടി ട്രൈ ചെയ്തതാണ്. അതിനകത്ത് ഓഡീഷനിലും അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്താണ്. അപ്പൊ അതിനകത്തും ഇദ്ദേഹത്തിന് കോളും കാര്യങ്ങളൊക്കെ വന്നാണ്. പക്ഷെ എന്തൊക്കെയോ ചില കാരണങ്ങൾ കൊണ്ട് ഇദ്ദേഹം എന്നാലും സെലക്ട് ആയില്ല. അപ്പൊ മഹാദേവ് എന്തായാലും ബിഗ് ബോസ് സീസൺ 8 അഗ്നിപരീക്ഷയിൽ എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് രജീഷ് ആണ്. ആളൊരു സ്ക്രിപ്റ്റ് റൈറ്റർ ആവാനായിട്ട് വളരെയധികം ആഗ്രഹമുള്ള ഒരാൾ തന്നെയാണ്. അതായത് സിനിമയുടെ ഭാഗമാകണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ നടക്കുന്ന ഒരാൾ തന്നെയാണ് രജീഷ്. അത് ഇദ്ദേഹം അങ്ങനെ ഓവർ ഡ്രാമയോ കാര്യങ്ങളൊന്നും അല്ലാതെ വളരെ റിയൽ ആയിട്ട് അദ്ദേഹം എന്താണോ അത് മാക്സിമം അതേ രീതിയിൽ തന്നെ ആൾക്കാരുടെ മുന്നിലേക്ക് എത്തിക്കാൻ ആഗ്രഹമുള്ള ഒരാളായിട്ടാണ് പേഴ്സണലി എനിക്ക് എന്തായാലും തോന്നുന്നത്. കാര്യം അദ്ദേഹത്തിന്റെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണെങ്കിൽ പോലും വളരെ റിയൽ ആയിട്ടുള്ള വളരെയധികം ഈസി ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം എന്തായാലും ചിത്രീകരിച്ചിരിക്കുന്നത്. കാര്യം ഒരു രാത്രി സമയത്തുള്ള ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് അദ്ദേഹം അയച്ചിരിക്കുന്നത്. ആ വീഡിയോ കണ്ടാൽ തന്നെ നമുക്കറിയാം അവിടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള നോയ്സ് ആയിക്കോട്ടെ, അവിടെ അങ്ങനെ എക്സ്റ്റേണൽ കളേഴ്സോ ലൈറ്റ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ആളെന്തായാലും യൂസ് ചെയ്തിട്ടില്ല. ആ ഒരു ട്യൂബ് ലൈറ്റിൽ നിന്നുള്ള ഒരു വെളിച്ചം മാത്രം എന്തായാലും അവിടെ. സോ എന്തായാലും ഇദ്ദേഹത്തിൽ നിന്ന് വളരെയധികം ഒരു റിയൽ ആയിട്ടുള്ള ഒരാളെ തന്നെ നമുക്ക് എന്തായാലും സീസൺ 8 അഗ്നിപരീക്ഷയിൽ എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ്. മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് മുഹമ്മദ് അംജുദ് ആണ്. വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊല്ലംകാരനാണ്. ഇദ്ദേഹമാണെങ്കിലും വളരെയധികം ഒരു കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. അപ്പൊ എന്തായാലും ഇദ്ദേഹം സീസൺ 8 എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഹൗസിനകത്തേക്ക് കയറി കഴിയുമ്പോൾ ഇദ്ദേഹത്തിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ഒക്കെ എത്തരത്തിലായിരിക്കും എന്നതൊക്കെ എന്തായാലും കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. നാലാമത്തെ ആളെന്ന് പറയുന്നത് അഞ്ജു ആണ്. വളരെയധികം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് തന്നെയാണ് മോസ്റ്റ്ലി എനിക്ക് എന്തായാലും അഞ്ജുവിന്റെ പ്രൊഫൈലിൽ നിന്ന് എന്തായാലും മനസ്സിലാക്കാൻ സാധിച്ചത്. അതും അഞ്ജുവിന്റെ അമ്മയുടെ വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നു അഞ്ജു ബിഗ് ബോസ് ഹൗസിന്റെ ഭാഗമാകുക എന്ന് പറയുന്നത്. എന്തായാലും ആ ഒരു ആഗ്രഹം കംപ്ലീറ്റ് ചെയ്യാനും കൂടി തന്നെയാണ് എന്തായാലും അഞ്ജു എന്തായാലും ബിഗ് ബോസ് ഹൗസ് സീസൺ 8 എന്തായാലും ഭാഗം ആകുന്നത്. അത് മറ്റുള്ളവരുടെ ചതികളിലൊന്നും വീഴാതെ, അതായത് പ്രത്യേകിച്ച് വേറെ ആൾക്കാരുടെ പ്ലാനിലേക്കൊന്നും താൻ വഴുതി പോവാതെ സ്വന്തമായി നിലപാടുള്ള ഒരാൾ തന്നെയാണ് താൻ എന്ന് തന്നെയാണ് എന്തായാലും അഞ്ജു പറയുന്നത്. സോ എന്തായാലും ബിഗ് ബോസ് ഹൗസ് സീസൺ 8 കയറി കഴിയുമ്പോഴത്തേക്കും മറ്റുള്ളവരുടെ പ്ലാനിന്റെ ഭാഗമായി പോകുമോ, ഇല്ലെങ്കിൽ അവിടെയും തന്നെ ഉറച്ച നിലപാടിൽ തന്നെ അഞ്ജുവിന് എന്തായാലും മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്നൊക്കെ എന്തായാലും കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. അടുത്ത ആള് പാലക്കാട് ജില്ലയിൽ നിന്നുള്ള മുസ്തഫയാണ്. വളരെയധികം ഒരു കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് ഇദ്ദേഹം. പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും കപ്പുമായിട്ട് മാത്രം എന്തായാലും തിരിച്ചു വരൂ എന്നൊക്കെയാണ് അദ്ദേഹം എന്തായാലും പറയുന്നത്. ആള് ക്ലോത്തിന്റെ ബിസിനസ് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ 2021 ഒരു മലയാളം സിനിമയും ഇദ്ദേഹം എന്തായാലും ഡയറക്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും അടുത്ത മലയാളം സിനിമയ്ക്ക് വേണ്ടിയുള്ള പ്രീ പ്രൊഡക്ഷൻ വർക്കിലാണ് അദ്ദേഹം ഇപ്പോൾ എന്നാണ് അദ്ദേഹം എന്തായാലും പറയുന്നത്. അടുത്ത ആള് തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള വിശാഖാണ്. അത്യാവശ്യം ഒരു ക്ലാസി ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. UAE ബുർജിൽ റോയൽ ഹോസ്പിറ്റലിൽ സീനിയർ ഗസ്റ്റ് എക്സിക്യൂട്ടീവ് ആയിട്ട് എന്തായാലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതിനു പുറമെ ആളൊരു ഡാൻസർ ആണ്, കണ്ടന്റ് ക്രിയേറ്റർ ആണ്. ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒരു 1 ലക്ഷത്തിന് മുകളിൽ ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരാൾ തന്നെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ക്ലാസി ആയിട്ടുള്ള ആൾക്കാരും എന്തായാലും എല്ലാ സീസണിലും നമ്മൾ കാണാറുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് മറ്റുള്ള ആൾക്കാർ മോശം എന്നല്ല, പക്ഷെങ്കിലും കുറച്ചും കൂടി പോഷായിട്ടുള്ള, കുറച്ചും കൂടി അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ ഒരുപാടായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരും എന്തായാലും നമ്മൾ എല്ലാ സീസൺസിലും ബിഗ് ബോസ് ഹൗസിൽ കാണാറുള്ള ഒരു കാര്യം തന്നെയാണ്. സോ അപ്പൊ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ പക്ഷേ സീസൺ 8 ആ ഒരു രീതിയിൽ എന്തായാലും തൂക്കാൻ പോകുന്ന ഒരാൾ ഒരുപക്ഷെ ഇദ്ദേഹമായിരിക്കാം. അടുത്ത പത്തനംതിട്ടക്കാരനായ വിഷ്ണു ആണ്. ഒരുപാട് വെല്ലുവിളികൾ നേരിട്ട് ഒരുപാട് സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന ഒരാൾ തന്നെയാണ് താൻ എന്ന് തന്നെ അദ്ദേഹം എന്തായാലും പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് രീതിയിലുള്ള സിറ്റുവേഷൻസ് വന്നാലും തനിക്ക് അത് തരണം ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഇദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് എന്തായാലും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ എന്നാലും ബിഗ് ബോസ് ഹൗസ് സീസൺ 8 ഇദ്ദേഹം വന്ന് തൂക്കുവോ എന്നുള്ളത് എന്തായാലും കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. അടുത്തത് 30 വയസ്സുകാരനായ ജിബിനാണ്. ആള് സ്ഥലം എന്തായാലും തൃശ്ശൂരാണ്. ആളൊരു ബാങ്ക് എംപ്ലോയി ആണ്. സീസൺ 5 മുതലാണ് എന്തായാലും ഇദ്ദേഹം ബിഗ് ബോസ് ഷോ എന്തായാലും കാണാൻ തുടങ്ങിയത്. അപ്പൊ തുടങ്ങി ഇദ്ദേഹത്തിന് ഒരു താല്പര്യമുണ്ടെങ്കിലും അദ്ദേഹം എന്തായാലും ആദ്യമായിട്ട് ട്രൈ ചെയ്ത് എന്തായാലും ഈ സീസണിലാണ്. ഇദ്ദേഹം സീസൺ 5 തുടങ്ങി ഓരോ പ്രശ്നങ്ങൾ നടക്കുന്ന സമയം ഇദ്ദേഹത്തെ ഇത്തരത്തിലൊരു പ്രശ്നം വരികയാണെങ്കിൽ ഇതിനെങ്ങനെ തരണം ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തെ നമുക്ക് എങ്ങനെ ഫേസ് ചെയ്യാം എന്ന രീതിയിൽ ഇദ്ദേഹം വീട്ടിൽ നിന്ന് ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ വന്നിരിക്കുന്ന ഒരാൾ തന്നെയാണ് ഇദ്ദേഹം. സോ അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ട് വരുന്ന ആൾക്കാർ എന്തായാലും ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് കണ്ടന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ എന്തായാലും അവിടെ ഉണ്ടാവാനുള്ള സാധ്യതകൾ നമ്മൾ എല്ലാ സീസണിലും സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ കഴിഞ്ഞ സീസണിലാണെങ്കിൽ അനീഷ് അത്തരത്തിൽ ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരുപാട് ബിഗ് ബോസ് ഹൗസിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വന്ന ഒരാൾ തന്നെയായിരുന്നു. അപ്പോൾ ഡേ 1 മുതൽ തന്നെ അവിടെ എന്തായാലും വലിയൊരു കണ്ടന്റായി മാറാൻ അനീഷിന് എന്തായാലും സാധിച്ചിരുന്നു. സോ അപ്പൊ ആ രീതിയിലൊക്കെ ഇത്തരത്തിൽ ജിബിനും സീസൺ 8 വലിയ രീതിയിലൊരു കണ്ടന്റായി മാറാൻ എല്ലാവിധ സാധ്യതകളും ഉള്ള ഒരാൾ തന്നെയായിട്ടാണ് പേഴ്സണലി എനിക്ക് എന്തായാലും തോന്നുന്നത്. അടുത്ത എന്തായാലും അർച്ചനയാണ്. ആള് സ്ഥലം എന്തായാലും തൃശ്ശൂരാണ്. 26 വയസ്സാണുള്ളത്.
വളരെയധികം ഒരു കോൺഫിഡന്റ് ആയിട്ടുള്ള, വളരെ ഒരുപാട് സംസാരിക്കാൻ താല്പര്യമുള്ള, അത്യാവശ്യം നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. ഇപ്പൊ നിലവിൽ ഇങ്ങനെ വർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അപ്പൊ എന്നാലും മറിച്ച് തന്നെ ബിഗ് ബോസ് ഹൗസ് വന്ന് തൂക്കാൻ പോകുന്ന എത്തരത്തിലാണ് എന്നതെല്ലാം കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. വളരെയധികം ഒരു കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരാൾ തന്നെയായിട്ടാണ് പേഴ്സണലി എനിക്ക് എന്തായാലും അർച്ചനയെ കണ്ടിട്ട് എന്തായാലും തോന്നുന്നത്. അടുത്ത ആളെന്ന് പറയുന്നത് തിരുവനന്തപുരംകാരനായ പ്രദീപാണ്. അത്യാവശ്യം കോൺഫിഡന്റ് ആയിട്ടുള്ള, അതേസമയം ഫണ്ണി ആയിട്ടും സിമ്പിൾ ആയിട്ടും എല്ലാം നിൽക്കാൻ പറ്റുന്ന ഒരാളായിട്ട് തന്നെയാണ് പ്രദീപിൽ നിന്ന് എന്തായാലും എനിക്ക് എന്തായാലും മനസ്സിലായത്. അതും തെറ്റുപറ്റിയാൽ തിരുത്താനും എല്ലാം തയ്യാറായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം എന്നെന്തായാലും അദ്ദേഹം തന്നെ അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ എന്റർടൈൻമെന്റ്, അതുപോലെ തന്നെ കണ്ടന്റ്, ഇതൊക്കെയാണെന്നാലും ബിഗ് ബോസ് ഹൗസിന് വേണ്ടതെന്നും അത് തനിക്ക് നല്ല തന്നെ ഡെലിവർ ചെയ്യാൻ പറ്റും എന്നുമുള്ള എല്ലാവിധ കോൺഫിഡന്റും ഉള്ള ഒരാൾ തന്നെയാണ് ഇദ്ദേഹം. അപ്പൊ ഉറപ്പായിട്ടും ഇത്തരത്തിലുള്ള ആൾക്കാരിൽ നിന്ന് ഉറപ്പായിട്ടും നമ്മൾ വലിയ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അതെന്നാലും നല്ല തന്നെ ഡെലിവർ ചെയ്യാൻ പ്രദീപിന് എന്തായാലും സാധിക്കട്ടെ. അടുത്ത ആളെന്നാലും 24-കാരനായ പ്രിൻസ് ആണ്. ആളെ സ്ഥലം എന്നാലും കൊല്ലമാണ്. ആള് നിലവിൽ ഇപ്പൊ അങ്ങനെ ജോലിയോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. വളരെയധികം ഒരു സിമ്പിൾ ആയിട്ടുള്ള സംസാരിക്കുന്ന, വളരെയധികം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പേഴ്സണാലിറ്റിയാണ് എന്നാലും പ്രിൻസ് എന്ന് തന്നെയാണ് എനിക്ക് എന്തായാലും തോന്നുന്നത്. അപ്പൊ ഈ ബിഗ് ബോസ് ഹൗസിന്റെ ഭാഗമാകുകയാണെങ്കിലും വളരെയധികം സിമ്പിൾ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ തന്നെ എല്ലാ സീസണിലും വരുന്നത് നമ്മൾ കാണാറുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്ലാനിങ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ വരികയാണെങ്കിൽ ഇദ്ദേഹം എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യാൻ പോകുന്നത്? ഈ സിംപ്ലിസിറ്റി മാറിയിട്ട് ഒരു ടെററിലേക്കൊക്കെ മാറുമോ? അതായത് സാഹചര്യങ്ങൾ നമുക്കറിയാം, അങ്ങനെ പല രീതിയിലുള്ള സാഹചര്യങ്ങളിലൂടെ എന്തായാലും കടന്നു പോകേണ്ടതായിട്ട് എന്തായാലും വരും. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഏതൊക്കെ വേർഷൻസ് എന്തായാലും നമുക്കവിടെ കാണാൻ സാധിക്കും എന്നൊക്കെ എന്തായാലും കണ്ടു തന്നെ അറിയേണ്ട ഒന്ന് തന്നെയാണ്. അടുത്ത ആളെന്ന് പറയുന്നത് അഖിലാണ്. ഇദ്ദേഹമാണെങ്കിലും സീസൺ 1 മുതൽ സീസൺ 7 വരെ കംപ്ലീറ്റ് എപ്പിസോഡും കണ്ട് മനസ്സിലാക്കി തന്നെ വന്നിരിക്കുന്ന ഒരാൾ തന്നെയാണ്. അവിടെ എങ്ങനെ നിൽക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിലൊക്കെയാണ് അവിടെ ബിഹേവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ജനഹൃദയങ്ങളിൽ വലിയൊരു സ്ഥാനം ഉണ്ടാക്കാൻ സാധിക്കുക എന്നതിനെ കുറിച്ച് നല്ല രീതിയിലൊരു ധാരണ ഉള്ള കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും ഇവര്. ഇവരുടെ പ്ലാനിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഇതൊക്കെ വലിയ രീതിയിൽ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയി എന്നാലും മാറാറുണ്ട്. അപ്പൊ ആ രീതിയിൽ എന്തായാലും അഖിലിന് ബിഗ് ബോസ് ഹൗസ് സീസൺ 8 ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ ആയി മാറാൻ സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ എന്തായാലും കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇദ്ദേഹത്തിന്റെ സംസാരം ആയിക്കോട്ടെ, ആറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, ഇതെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പേഴ്സണലി എനിക്ക് എന്തായാലും തോന്നിയത്. അടുത്ത ആളെന്ന് പറഞ്ഞാൽ ചില സിനിമകളിലും അതുപോലെ ചെറിയ പരസ്യങ്ങളിലും എല്ലാം ചെറിയ രീതിയിൽ ഭാഗമാകാൻ സാധിച്ചിട്ടുള്ള, അഭിനയിച്ചിട്ടുള്ള പാലക്കാടുകാരനായ അബ്ദുൾ നിസാദ് ആണ്. ആളാണെങ്കിലും പല സീസൺസിലായിട്ട് പല വർഷങ്ങളിലായിട്ട് എന്തായാലും ബിഗ് ബോസ് ഹൗസിലേക്ക് ട്രൈ ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയാണ്. ഉറപ്പായിട്ടും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരികയാണെങ്കിൽ ഓപ്പർച്യൂണിറ്റീസും ഒരുപാട് കൂടാനുള്ള സാധ്യത മുന്നിൽ കണ്ടു തന്നെയാണ് ആളെന്തായാലും ഇതിലേക്ക് ട്രൈ ചെയ്യുന്നതെന്ന് ആൾ തന്നെ എന്തായാലും പറയുന്നുണ്ട്. അബ്ദുൾ നിസാദിന്റെ ആണെങ്കിലും ആ ഒരു കോൺഫിഡൻസ് ലെവൽ ആണെങ്കിലും ആ ഒരു സംസാര ശൈലിയാണെങ്കിലും എല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് എനിക്ക് എന്തായാലും തോന്നിയത്. അപ്പൊ എന്നാലും ബിഗ് ബോസ് ഹൗസ് സീസൺ 8 അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനം പിടിച്ചു പറ്റാൻ സാധിക്കട്ടെ. അടുത്ത ആളെന്ന് പറഞ്ഞാൽ മലപ്പുറംകാരനായ വിശാഖാണ്. ആൾ അത്യാവശ്യം ഒരു കലാകാരനാണ് എന്നതിനാണെങ്കിൽ പറയാം. അതായത് കഥ എഴുതുക, പാട്ട് പാടുക, ഇതുപോലത്തെ പല കഴിവുകളും ഉള്ള ഒരാൾ തന്നെയാണ് വിശാഖ്. ബിഗ് ബോസ് ഹൗസിൽ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഗംഭീരമായിട്ടുള്ള ഇതിൽ തന്നെ ഒരു പെർഫോമൻസ് തന്നെ തനിക്ക് എന്തായാലും അവിടെ കാഴ്ചവെക്കാൻ സാധിക്കും. കാണികളെ വളരെയധികം പിടിച്ചിരുത്താൻ സാധിക്കും എന്നുള്ള വളരെയധികം ഒരു കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു സംസാരം തന്നെയാണ് അദ്ദേഹത്തിന്റെ സൈഡിൽ നിന്നും എന്തായാലും ഉള്ളത്. അപ്പൊ ഉറപ്പായിട്ടും അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കട്ടെ. അടുത്ത ആളെന്ന് പറഞ്ഞാൽ കൊല്ലംകാരനായ ഒരു വിവേകാണ്. 29 വയസ്സാണ് ഇദ്ദേഹത്തിന്റെ പ്രായം. ആളെന്തായാലും അബ്രോഡ് ആയിരുന്നു, ഇപ്പൊ എന്തായാലും നാട്ടിലുണ്ട്. അദ്ദേഹം അങ്ങനെ ഒരു കണ്ടന്റ് ക്രിയേറ്ററോ കാര്യങ്ങളോ ഒന്നുമല്ല. പക്ഷെ പ്രതികരിക്കേണ്ടടുത്ത് നല്ല ഇതിനെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് തനിക്കുള്ളത് എന്ന് തന്നെയാണ് എന്തായാലും വിവേക് അദ്ദേഹത്തിനെ കുറിച്ച് തന്നെ പറയുന്നത്. അതും അദ്ദേഹം എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഫെയിമോ ഇല്ലെങ്കിൽ അങ്ങനെ കണ്ടന്റ് ക്രിയേഷനോ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആരെയും ഭയപ്പെടേണ്ടതില്ല. തനിക്ക് അങ്ങനെ ഒരു ഇമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ താൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം റിയൽ ആയിട്ട് അവിടെ പെർഫോം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കാര്യങ്ങൾക്ക് പ്രതികരിക്കാൻ സാധിക്കും എന്നൊക്കെയാണ് അദ്ദേഹം തന്നെ എന്തായാലും പറയുന്നത്. ഉറപ്പായിട്ട് ഒരു ഓഡിയൻസ് എന്നുള്ള രീതിയിൽ നമ്മളും പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്. വളരെയധികം റിയൽ ആയിട്ട് അവിടെ പ്രതികരിക്കുന്ന ആൾക്കാരെ തന്നെയാണ് നമ്മൾക്കും വേണ്ടത്. കാര്യം അല്ലാതെ ഒരു ഡ്രമാറ്റിക് ആയിട്ട് പ്ലാൻഡ് ആയിട്ട് വളരെ ഒരു മീറ്റർ പിടിച്ച് മാത്രം പോകുന്നത് വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും അഗ്നി പരീക്ഷ എന്നുള്ള രീതിയിൽ ഒരു കോമണേഴ്സിന് വേണ്ടി മാത്രം വെച്ചിരിക്കുന്നത്. കാര്യം അത്തരത്തിലൊരു ഇമേജോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർ വരുമ്പോൾ മാക്സിമം റിയൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെ നമുക്ക് എന്തായാലും അവിടെ കാണാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് മെയിൻ USB ആയിട്ട് എന്തായാലും ബിഗ് ബോസ് ഹൗസും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യം. പിന്നെ ഈ പറഞ്ഞ അത്ര മത്സരാർത്ഥികൾ മാത്രമല്ല, ഇതിൽ കൂടുതൽ മത്സരാർത്ഥികൾ ഉറപ്പായിട്ടും അവിടെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ എടുത്തു പറയാം. അതായത് വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, ഇതെല്ലാം അൺഒഫീഷ്യലി സ്പ്രെഡ് ആവുന്ന ഡാറ്റാസിന്റെ ബേസിൽ മാത്രം നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അവിടെ ഒരു 100% ഈ പറയുന്ന മത്സരാർത്ഥികൾ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാ മത്സരാർത്ഥികളും ഉണ്ടാവും എന്നൊന്നും യാതൊരു ഗ്യാരണ്ടിയും നമുക്കില്ല. പക്ഷെങ്കിൽ ഒരു പരിധിവരെ നല്ലൊരു നമ്പർ ഓഫ് മത്സരാർത്ഥികൾ തന്നെ എന്തായാലും ഈ കൂട്ടത്തിൽ നിന്ന് ഉണ്ടാവാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട്.